ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസമായിരുന്നു. ജുനഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ, 68 മുനിസിപ്പാലിറ്റികൾ, 3 താലൂക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഫെബ്രുവരി 18 ചൊവ്വാഴ്ചയാണ് ഇവിടെ വോട്ടെണ്ണൽ നടക്കുക. ഏറെ പ്രത്യേകതകൾ ഉള്ള ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇക്കുറി നടന്നത്. 2023 ഗുജറാത്ത് സർക്കാർ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും 27% OBC സംവരണം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ തദ്ദേശ തിരഞ്ഞെടുപ്പാണിത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ സംവരണം നിലവിലുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ വോട്ടെടുപ്പിന് മുൻപ് തന്നെ BJP ഇതിനകം 215 സീറ്റുകൾ എതിരില്ലാതെ നേടിയിട്ടുണ്ട് എന്നതാണ്. ഇത് ഏകദേശം മൊത്തം മത്സരിച്ച സീറ്റുകളുടെ 10% വരും. വളരെ അപൂർവമായാണ് ഇത്രയധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാറുള്ളത്. മറ്റുള്ളവർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിനെ തുടർന്ന് ഈ സീറ്റുകളിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് മത്സര രംഗത്ത് അവശേഷിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് മത്സരത്തിന്റെ ആവശ്യകത ഇല്ലാതാക്കി. ഇതോടെ സംസ്ഥാനത്തുടനീളം 5084 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇക്കുറി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. BJPയുടെ എതിരില്ലാത്ത വിജയങ്ങളിൽ 196 സീറ്റുകൾ മുനിസിപ്പാലിറ്റികളിലും 10 എണ്ണം ജില്ലാ താലൂക്ക് പഞ്ചായത്തുകളിലും 9 ജുനഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലുമായാണ് ചിതറിക്കിടക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിനെ തുടർന്നാണ് പാർട്ടി ഈ സീറ്റുകൾ സ്വന്തമാക്കിയത്. ഇതോടെ വോട്ടെടുപ്പ് ആവശ്യമില്ലാതെ തന്നെ സ്ഥാനാർത്ഥികൾ പദവി ഉറപ്പാക്കുകയായിരുന്നു. അതേസമയം സമാധാനപരവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കർശന സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ ഇത്തവണ ഏർപ്പെടുത്തിയിരുന്നു. പോളിംഗ് സ്റ്റേഷനുകളിൽ ആവശ്യമായ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. 2021 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 8235 സീറ്റുകളിൽ മത്സരം നടന്നപ്പോൾ 237 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ശതമാന കണക്ക് നോക്കുമ്പോൾ ഇക്കുറി ഇതിനെ മറികടക്കും എന്നാണ് കാണാൻ കഴിയുക. താഴെത്തട്ടിലുള്ള ഭരണം ശക്തിപ്പെടുത്തുന്നതിനായി ഗുജറാത്തിൽ പതിവായി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടത്തി വരുന്നുണ്ട്. അതേസമയം ദിവസങ്ങൾ നീണ്ട സസ്പെൻസിന് ശേഷം BJP ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഫെബ്രുവരി 20 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച 48 BJP നിയമസഭാംഗങ്ങളിൽ നിന്ന് 15 പേരുകൾ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതിൽ 9 പേരുകൾ നിർണായക സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്ന വ്യക്തികളുടേതാണ്. മുഖ്യമന്ത്രി, സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിമാർ, സ്പീക്കർ എന്നീ സുപ്രധാന പദവികളിലേക്കാണ് ഈ 9 പേരുകൾ പരിഗണിക്കുന്നത്. എന്നാൽ ആരൊക്കെയാണ് ഈ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇതുവരെ സൂചനകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതേസമയം നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പറഞ്ഞത്. അതിനായി ചർച്ചകളും നടന്നിരുന്നു. ഡൽഹിയിൽ BJPയുടെ ഉന്നതതല യോഗങ്ങൾ ഒട്ടേറെ നടന്നു. എങ്കിലും ആരാണ് രാജ്യതലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി വരിക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നതാണ് സത്യം.